ഡേവിഡ് കോരൻസ്വെറ്റിനെ നായകനാക്കിയിട്ട് നമ്മുടെ ജെയിംസ് ഗൺ ക്രിയേറ്റ് ചെയ്ത പുതിയ സൂപ്പർമാൻ മൂവി കണ്ടു. എനിക്ക് ബേസിക്കലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരുപാട് ഫാൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സിമിലർ ഒപ്പീനിയനാണ് വന്നത്. അതായത് ഈ ഷ്നൈഡർ യൂണിവേഴ്സും ഇപ്പോഴത്തെ സൂപ്പർമാനും തമ്മിലുള്ള ഡിഫറൻസുകൾ, അതുപോലത്തെ ഇപ്പോഴത്തെ പുതിയ സൂപ്പർമാൻ, ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ സൂപ്പർമാൻ വളരെ മോശമാണ്. അതുപോലെ സൂപ്പർമാൻ ഒരുപാട് ഇടി കൊള്ളുന്നുണ്ട്, ഇങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് പറയാമെന്ന് വിചാരിച്ചു. ഒറിജിനൽ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കോമിക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഫണ്ണായിട്ടുള്ള, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, ഈവൻ ഒരു അണ്ണാറക്കണ്ണനെ വരെ റോട്ടിൽ നിന്ന് രക്ഷിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഒരു കളർ ടോൺ തന്നെ അങ്ങനെയാണ്, ബ്ലൂ അല്ലെങ്കിൽ ഒരു ഫണ്ണി ഹാപ്പി കളർ ഷെയ്ഡിങ് ഒക്കെയാണ്. എന്നാൽ നമ്മുടെ ബാറ്റ്മാൻ എന്ന് പറയുന്ന കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള, ഗ്രേയിഷ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഡാർക്കർ സൈഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിലെ സൂപ്പർമാൻ്റെ പോർട്രേൽ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാവാൻ കാരണം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അതേ ഒരു രീതിയിലാണ് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെങ്കിൽ, ഷ്നൈഡർ യൂണിവേഴ്സിൽ എല്ലാവരും ഈ പറയുന്ന കുറച്ച് ഡാർക്ക് ആൻഡ് ഗ്രീഡി ടൈപ്പ് ആയതുകൊണ്ട് ഓൾറെഡി ആൾക്കാർ ഈ സൂപ്പർമാനെ ഒരു ഭയങ്കര എന്താ പറയുക, എക്സ്ട്രാ പവർഫുൾ ആയിട്ടുള്ള, എല്ലാവരും അടിച്ച് കൊല്ലുന്ന, ചോര ചിതറുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ DC വേൾഡ് റീബൂട്ട് ചെയ്യുമ്പോൾ സൂപ്പർമാനെ അതിൻ്റെ എല്ലാ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ടാണ് ജെയിംസ് ഗൺ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പലരും പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർമാൻ ഒരുപാട് ഇടി കൊള്ളുന്നു, ഒരുപാട് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇൻഫാക്ട് അതും ഇറ്റ് ഡിപ്പെൻസ് അല്ലേ. ഇപ്പോൾ ഇതിൽ പോർട്രേ ചെയ്തിരുന്ന സൂപ്പർമാൻ അവസാനം തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ഇത് സ്പോയിലറാണ്, സിനിമ കാണാത്തവരത് കാണണമെന്നില്ല. ഇതിൽ സൂപ്പർമാൻ്റെ വില്ലനായിട്ട് വരുന്നത് സൂപ്പർമാൻ്റെ തന്നെ ഒരു ക്ലോണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂപ്പർമാൻ ഇടി കൊള്ളേണ്ടി വരും അല്ലേ. അവസാന നിമിഷത്തിൽ സൂപ്പർമാൻ തിരിച്ചു വരുന്നുമുണ്ട്. അപ്പോൾ എനിക്കതൊരു കൺവിൻസിങ് ആയി തോന്നിയില്ല. അതായത് ആൾക്കാർ പറയുന്ന സൂപ്പർമാൻ ഭയങ്കര വീക്കാണ്, അല്ല, ക്രിപ്റ്റോണിയനാണ്, എല്ലാ പവേഴ്സും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വെരി ഫൺ ടു വാച്ച് ഓൾസോ. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബാറ്റ്മാൻ ബിഗിൻസ് എടുത്തപ്പോൾ ക്രിസ്റ്റഫർ നോളൻ അതിന് ഭയങ്കര റിസപ്ഷനൊന്നും കിട്ടിയില്ല. കാരണം അത് ആദ്യത്തെ മൂവിയായിരുന്നു. അതിനുശേഷം ഡാർക്ക് നൈറ്റ് റൈസസും വന്നപ്പോൾ ഹ്യൂജ് റിസപ്ഷനായിരുന്നു. അതുപോലെ നമ്മുടെ DC വേൾഡ് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യല്ലേ, ഇത് ആദ്യത്തെ മൂവിയല്ല. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും കൂടി ഓടിച്ചെന്ന് ജെയിംസ് ഗണ്ണിനെതിരെ കൊലവിളി മുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആദ്യത്തെ മൂവിയല്ലേ, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, ബാക്കി മൂവീസ് വരട്ടെ, യൂണിവേഴ്സ് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഇതാണ് എൻ്റെ ടേക്ക്. താങ്ക് യു.